വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് റൂം ബൈ എമ്മ ഡൊണഫ് എന്ന വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്ന കാര്യം എന്നുള്ളത്, ഈ ഒരു വർക്ക് എന്നുള്ളത് എൻജോയബിൾ ബട്ട് ചലഞ്ചിങ് റീഡാണ്. ഈ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള റീഡേഴ്സിനുള്ള തീംസ് എന്നുള്ളത് ഫിയർ, കമ്മ്യൂണിക്കേഷൻ, ഫാമിലി ആൻഡ് സൊസൈറ്റി. റൂം പറയുന്നുള്ളത് ഈസ് എ പവർഫുൾ ആൻഡ് ഇമോഷണൽ സ്റ്റോറി അബൌട്ട് സർവൈവൽ, റെസിലിയൻസ് ആൻഡ് ദ ബോണ്ട് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹെർ ചൈൽഡ്. ഈ ഒരു സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇമ്പാക്റ്റ് ഓഫ് ട്രോമ, അതുപോലെ തന്നെ പ്രോസസ് ഓഫ് റിക്കവറിയാണ് ഈ ഒരു വർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അൺഇമാജിനബിൾ സർക്കംസ്റ്റൻസസിൽ ഉള്ള മെറ്റേണൽ ലോൻ്റെ പവർ, അതാണ് ഈ ഒരു വർക്കിൽ പറയുന്നുള്ള ഒരു മെസ്സേജ് എന്നുള്ളത്. 2010 വർക്കാണ് ഈ റൂം എന്ന് പറയുന്നുള്ളത്. ഈ ഒരു നോവൽ അബൌട്ട് എ ബോയ് നെയിംഡ് ജാക്ക്. അവൻ്റെ മദറിൻ്റെ ഒന്നിച്ചൊരു സിംഗിൾ റൂമിലാണ് താമസിക്കുന്നുള്ളത്. റൂം പറയുന്നുള്ളത് ക്രൈം ത്രില്ലർ നോവൽ. ഇത് എക്സ്പ്ലോർ ചെയ്യുന്ന തീംസ് എന്നുള്ളത് ട്രോമ, ഇന്നോസെൻസ്, അതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി ത്രൂ ദ ഐസ് ഓഫ് 5-year-old നറേറ്റർ ജാക്ക്. 5-year-old ആയിട്ടുള്ള ജാക്ക് ജീവിക്കുന്നുള്ളത് 26 വയസ്സുള്ള അവൻ്റെ അമ്മയോടൊപ്പം ഒരു റൂമിലാണ്. ആ ഒരു റൂം എന്നുള്ളത് സെക്യൂർഡ് സിംഗിൾ റൂമാണ്. ആ ഒരു റൂമിൽ സ്മോൾ കിച്ചണും ബേസിക് ബാത്റൂമും വാർഡ്രോബും ബെഡും അതുപോലെ തന്നെ TV സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്ക് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ റൂമിലുള്ള തിങ്സ് അവനും അവൻ്റെ അമ്മയും പിന്നെ ആ ഒരു റൂമിലുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിയൽ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നുള്ളത്. അവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ ഈ ഒരു ജീവിതത്തിനോട്, അവനക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ആ ഒരു ജീവിതത്തിനോട് ഒരു നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ വിശ്വസിച്ചിരുന്നുള്ളത് റെസ്റ്റ് ഓഫ് ദ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ടെലിവിഷനിൽ മാത്രം ആണ് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൻ്റെ അമ്മ മാക്സിമം ബെസ്റ്റ് ടു കീപ്പ് ജാക്ക് ഹെൽത്തി ആയിട്ടും ജാക്കിനെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എക്സസൈസസ്, ഫിസിക്കലും മെൻ്റൽ എക്സസൈസസിൽ അവൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ലിമിറ്റിംഗ് TV വാച്ചിങ് ടൈം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ബോഡി ആൻഡ് ഓറൽ ഹൈജീന് അവൻ നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവൻ്റെ മദർ അവനക്ക് ഒരു ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്കിന് ആകെ അറിയുന്നുള്ള മറ്റൊരു പേഴ്സൺ, അവനെ എപ്പോഴും കാണുന്നുള്ളൊരു പേഴ്സൺ എന്നുള്ളത് ഓൾഡനിക്ക് മാത്രമാണ്. ഓൾഡനിക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ രാത്രിയിലും അവരുടെ റൂം വിസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്യും. ജാക്ക് ഈസ് അൺഅവെയർ ദാറ്റ് ഓൾഡനിക്ക് കിഡ്നാപ്പ്ഡ് മാ വെൻ ഷി വാസ് 19 years old. അവൻ്റെ അമ്മയെ 19-ാം വയസ്സിൽ ഓൾഡനിക്ക് കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള കാര്യം അവനറിയില്ല. ആൻഡ് ഹാസ് കെപ്റ്റ് ഹെർ ഇംപ്രിസേൺഡ് ഫോർ ദ പാസ്റ്റ് 7 years. 7 കൊല്ലമായിട്ട് അവളിങ്ങനെ ഇംപ്രിസേൺഡ് ആയിട്ട് കെപ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഓൾഡ് നിക്ക് എന്ത് ചെയ്യും, റെഗുലർലി റേപ്പ് ചെയ്യും മാനെ. ജാക്ക് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് സച്ച് സെക്ഷൽ അസാൾട്ട്. ഈ ഒരു സെക്ഷൽ അസാൾട്ടിൻ്റെ പ്രൊഡക്റ്റാണ് ഈ ഒരു ജാക്ക് എന്ന് പറയുന്നുള്ളത്. എ വീക്ക് ആഫ്റ്റർ ജാക്കിൻ്റെ 5th ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നുള്ളത്. ഓൾഡ് നിക്കിനാണെങ്കിൽ 6 മാസമായിട്ട് പാസ്റ്റ് 6 months ആയിട്ട് അൺഎംപ്ലോയ്ഡ് ആണ് എന്ന കാര്യം അമ്മ അറിയുന്നു. ആൻഡ് ഈസ് ഇൻ ഡേഞ്ചർ ഓഫ് ലോസിങ് ഹിസ് ഹോം. അവരുടെ വീട് ജപ്തിയിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള കാര്യം അവൾ അറിയുന്നു. അപ്പോൾ ഈ ഒരു മദർ വിചാരിക്കുകയാണ് ഇവരെ പുറത്തേക്ക് ഫ്രീ ആയിട്ട് വിടുന്നതിന് മുമ്പ് തന്നെ ഇവരെ രണ്ടാളെയും, ഈ അമ്മയും മകനെയും കൊല്ലുമോ എന്ന്, ഓൾഡിനിക്ക് കൊല്ലുമോ എന്ന് അമ്മ ഇങ്ങനെ ചെറുങ്ങനെ ഭയപ്പെടുകയാണ്. അങ്ങനെ അമ്മ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ജാക്കിനെ കൊണ്ട് റൂമിൽ നിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഓൾഡിനിക്കിനോട് പറയുന്നുണ്ട് ജാക്കിനൊരു മാരക രോഗമുണ്ടെന്ന് കൺവിൻസ് ചെയ്യാണ്. പക്ഷേ ഈ ഒരു റൂമിന് പുറത്ത് പോകുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യത്തിൽ ജാക്ക് ആനബിളാണെന്ന് അമ്മക്ക് തോന്നുകയാണ്. അവൻ്റെ മദർ ഓൾഡ് നിക്കിനോട് മാക്സിമം ഇങ്ങനെ ഹെൽപ്പ് ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓൾഡ് നിക്കാണെങ്കിൽ ജാക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഫ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് പ്രിറ്റൻഡ് അഭിനയിക്കുന്ന ജാക്ക് മരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഓൾഡ് നിക്ക് ജാക്കിനെ റിമൂവ് ചെയ്യുന്നു, ഒരു റെഗുലർ റാപ്പ് ചെയ്തിട്ട് റൂമിൽ നിന്ന് കളയുന്നു. ജാക്കാണെങ്കിൽ ഈ ഒരു ഓൾഡ് നിക്കിൻ്റെ എസ്കേപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ പോലീസിനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവിലുള്ള ഇനാബിലിറ്റി കാരണമായിട്ട്
ഇനാബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അവനെന്താക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ ഒരു റൂമിലേക്കുള്ള റൂട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓഫീസറിനോട്. എന്തിനെന്ന് വെച്ചാൽ അവൻ്റെ അമ്മയെ സ്വാതന്ത്ര്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവർ രണ്ടാളും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും മെഡിക്കൽ ഇവലുവേഷൻസും ടെമ്പററി ഹോമും നൽകുകയും ചെയ്യുന്നുണ്ട്. ഓൾഡനിക്കാണെങ്കിൽ അവൻ്റെ ന്യൂമറസ് അബ്ഡക്ഷന്, തട്ടിക്കൊണ്ടുപോകുന്നതും റേപ്പിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും, കുട്ടികളെ അപായപ്പെടുത്തുന്ന കാര്യമായിക്കോട്ടെ, ദാറ്റ് വിൽ ലൈക്ലി ലീഡ് ടു 25 years ടു ലൈഫ് ഇൻ പ്രിസൺ. 25 കൊല്ലം പ്രിസണിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശിക്ഷയാണ് അവൻ ലഭിച്ചിട്ടുള്ളത്. ഇനി ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ അമ്മ അവളുടെ ഫാമിലിയായിട്ട് റീയൂണൈറ്റഡ് ചെയ്യാണ്. അവളുടെ പാരൻസ് ഡിവോഴ്സ് ആയിട്ടുള്ള കാര്യം അറിയുകയും ബ്രദറാണെങ്കിൽ ഒരു ഓൺ ഫാമിലി ആയിട്ട് കഴിയുന്ന കാര്യവും അറിയാണ്. അങ്ങനെ ആ ഒരു അമ്മ ജാക്കിന് ഈ ഒരു ലാർജർ വേൾഡുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ജാക്കാണെങ്കിൽ ന്യൂ എക്സ്പീരിയൻസസും പീപ്പിളൊക്കെ ലേൺ ചെയ്യാണ്. അവൻ ആ സേഫ്റ്റിയുള്ള റൂമിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയാണ്. അവളുടെ അച്ഛനാണെങ്കിൽ ജാക്കിനെ റിജക്റ്റ് ചെയ്യാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ റേപ്പിലൂടെ ഉണ്ടായ കുട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ജാക്കിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ പറയുന്നുണ്ട്. മാ ആണെങ്കിൽ ഒരു സ്റ്റിൽ ബോൺ ഡോട്ടറിന് ബർത്ത് നൽകുന്നുണ്ട്. മീൻവെയിൽ ദ കേസ് ഹാസ് അട്രാക്റ്റഡ് മച്ച് അറ്റൻഷൻ ഫ്രം ദ പബ്ലിക് ആൻഡ് ദ മാസ് മീഡിയ. പബ്ലിക്കിൽ നിന്നും മാസ് മീഡിയയിൽ നിന്നും ഒരുപാട് അറ്റൻഷൻ ലഭിക്കുകയാണ് ഈ ഒരു കേസിന്. ജാക്കിനും അവൻ്റെ അമ്മക്കും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു കേസിലുള്ള പബ്ലിക് അറ്റൻഷൻ എന്നുള്ളത് ഹാർഡറായി തോന്നാണ്. ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂക്ക് ശേഷം ബാഡ്ലി എൻഡ് ചെയ്തതിന് ശേഷം അവൾ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആവുകയും ആ ഒരു അമ്മ എന്ന് പറയുന്നത് മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആവുകയും സൂസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ ആണ് ഈ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം അമ്മ പോകുന്നുള്ളത്. ആ സമയത്ത് ജാക്ക് അവൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ് ലിവ് ചെയ്യുന്നുള്ളത്. ജാക്കിനാണെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു സുഖമില്ലാത്ത സമയത്ത് അവൻ്റെ ചുറ്റുമുള്ള നടക്കുന്ന ആ ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് അവൻ്റെ ആ ഒരു ന്യൂ എക്സ്റ്റെൻഡഡ് ഫാമിലീനെ പറ്റിയിട്ടൊക്കെ കൺഫ്യൂസ്ഡും ഫ്രസ്ട്രേറ്റഡ് ആണ് അവന്. അവരൊക്കെ അവനോട് സ്നേഹത്തിലും കൈൻഡായിട്ടാണ് പെരുമാറുന്നുള്ളത്. പലപ്പോഴും ജാക്കിന് അവൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പേഴ്സണൽ ബൗണ്ടറീസ് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൻ്റെ പെരുമാറ്റങ്ങളും ഒന്നും അവനക്ക് ശരിയായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിട്ടാ. അമ്മക്ക് ശരിയായതിന് ശേഷം റിക്കവർ ആയതിനു ശേഷം അവർ രണ്ടുപേരും ഒരു ഇൻഡിപെൻഡൻറ്റ് ലിവിങ് റെസിഡൻസിലേക്ക് മാറാണ്. അവിടെ അവർ അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസൊക്കെ മേക്ക് ചെയ്ത് അവരുടെ ജീവിതം ഇങ്ങനെ തുടങ്ങാണ്. അങ്ങനെ ഈ ഒരു മദറിൻ്റെ ഗ്രോയിങ് ഇൻഡിപെൻഡൻസ് കോൺഫ്ലിക്റ്റ്, ജാക്കിൻ്റെ ഡിസയർ ടു കീപ് ഹെർ ഫോർ ഹിംസെൽഫ്. അറ്റ് ദ സെയിം ടൈം ജാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഈ ഒരു ഗ്രോയിങ് ആൻഡ് ചേഞ്ചിങ് വേൾഡ് എക്സ്പാൻഡിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് എക്സ്പാൻഡിൽ അവൻ ഗ്രോയിങ് ആൻഡ് ചേഞ്ചിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഫൈനലി ജാക്ക് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു റൂം വിസിറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു ക്യാപ്റ്റിവിറ്റി സീനിലേക്ക് റിട്ടേൺ ചെയ്യുകയും, പക്ഷെ ജാക്കിനാണെങ്കിൽ അവിടെ പോയിട്ടാകുമ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഫീൽ ചെയ്തിട്ടുണ്ടായിട്ട് ആ ഒരു റൂമിനോട്. അവന് ആ ഒരു റൂമുമായിട്ട് ഫൈനലായിട്ട് ലീവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ് ബൈ പറഞ്ഞവർ ഇങ്ങനെയാണ് ഈ ഒരു വർക്കിൻ്റെ എൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വുമൺസ് റൈറ്റിങ്ങിൽ ഈ ഒരു വർക്ക് എന്നുള്ളത്, റൂം എന്നുള്ള വർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.